പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ടെറിട്ടോറിയൽ ആർമിയുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ആണ്. ഓൾ ഇന്ത്യ റാലിയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ നടക്കാൻ പോകുന്ന മദ്രാസ് റെജിമെന്ററിയുടെ ആ ഒരു റാലിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ ഇതിന്റെ ഒഫീഷ്യൽ പ്രൂഫും ആ ഒരു ഷോർട്ട് നോട്ടീസും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾ അവസാനം വരെയും കണ്ടു മനസ്സിലാക്കുക. പുരുഷന്മാർക്ക് ഏറ്റവും നല്ല അവസരമാണ്. ഏകദേശം 18നും 42 വയസ്സിനും ഇടയ്ക്കുള്ള പുരുഷന്മാർക്ക് പങ്കെടുക്കാൻ കഴിയുന്ന ഒരു ആർമി റാലിയാണ്, ടെറിട്ടോറിയൽ ആർമി റാലിയാണ് വന്നിട്ടുള്ളത്. നിലവിൽ 4 സോണുകളിൽ നിന്നാണ് റിക്രൂട്ട് ചെയ്യുന്നത്. അതിൽ 4th സോണിലാണ് കേരള പെടുന്നത്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ നമുക്ക് വഴിയെ സംസാരിക്കാം. സോ ഫ്രണ്ട്സ്, ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ എൻ്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ ജോബ് ന്യൂസുകൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഒരുപക്ഷെ അവസാനം വരെ കാണുമ്പോഴത്തേക്കും ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ടാകാം. സോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം. സോ ഫ്രണ്ട്സ്, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ ജസ്റ്റ് ഈ PPT പ്രസന്റേഷനിൽ കാണിച്ചതിന് ശേഷമായിട്ട് വീഡിയോയുടെ അവസാനത്തിൽ എൻ്റെ ഷോർട്ട് നോട്ടീസ് ഡീറ്റെയിൽസ് ഇവിടെ ഒന്ന് കാണിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 4 സോണുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. 4 സോണുകളാണുള്ളത്. 4ാമത്തെ സോണിലാണ് കേരളം പെടുന്നത്. അപ്പോൾ അടുത്ത ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ പോസ്റ്റുകളാണ്. ഇതിന്റെ വേക്കൻസി കാര്യങ്ങൾ ഇതുവരെയും അവർ പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമുക്ക് വേക്കൻസി എത്രയാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഷോർട്ട് നോട്ടീസ് പ്രകാരം 4 പോസ്റ്റുകളിലേക്കായിരിക്കും നമുക്ക് റിക്രൂട്ട്മെന്റ് ഉണ്ടാകുക. സോൾജർ GD, സോൾജർ ക്ലർക്ക്, ട്രേഡ്സ്മാൻ 10th പാസ്, അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ 8th പാസ്. അപ്പോൾ 8ാം ക്ലാസ് മുതൽ മേളിലോട്ടുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ടുള്ള അവസരമാണ് ഉണ്ടാവുക. അടുത്തതായിട്ട് ഇതിന്റെ ഒരു സാലറി ഡീറ്റെയിൽസും സ്കെയിൽ നോക്കുകയാണെങ്കിൽ 15,500 രൂപ മുതൽ 69,400 രൂപ വരെയാണ് സാലറി കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓൺലൈൻ ആയിട്ടായിരിക്കും അപേക്ഷിക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് ഫ്രീ ആണ്, അതായത് നോ ഫീ ആണ്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് ഇതിന്റെ ഏജ് ലിമിറ്റ് ആണ് 18നും 42 വയസ്സിനും ഇടയ്ക്കുള്ള യുവാക്കൾക്ക് അപേക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇന്ത്യയിലുള്ള ഓൾ ഇന്ത്യ റിക്രൂട്ട്മെന്റ് ആണ്. ഇന്ത്യയിലുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാനായിട്ടുള്ള അവസരമുള്ളത്. അതുപോലെ തന്നെ ഏജിന്റെ ഡീറ്റെയിൽസ് 1 ജനുവരി 2021 വെച്ചിട്ട് 18നും 42 വയസ്സിനും ഇടയ്ക്കാവണം. ഓക്കെ, ആ ഒരു കാര്യവും മറക്കരുത്. അടുത്തതായിട്ട് ഏജ് റിലാക്സേഷന്റെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും അതുപോലെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും ആയിരിക്കും ഉണ്ടായിരിക്കുക. അടുത്തതായിട്ട് ഹൈറ്റ് ഡീറ്റെയിൽസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം കുറെ പേരൊക്കെ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, കുറെ പേര് PM-ൽ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഹൈറ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 160 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് പറയുന്നത്. ചെസ്റ്റ് 77 പറയുന്നുണ്ട്, പ്ലസ് 5 സെന്റിമീറ്റർ എക്സ്പാൻഷനും പറയുന്നുണ്ട്. അടുത്തതായിട്ട് വെയിറ്റ് ഡീറ്റെയിൽസ് മിനിമം 50 kg എങ്കിലും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിന്റെ ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ആർമിയുടെ ഒക്കെ പോലെ തന്നെ ഓൾമോസ്റ്റ് സെയിം ആണെന്ന് എനിക്ക് തോന്നുന്നു. 1600 മീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. 5 മിനിറ്റ് 30 സെക്കൻഡിൽ നിങ്ങൾ ഓടുകയാണെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് 1ലേക്കാകും. അതുപോലെ തന്നെ 5 മിനിറ്റ് 31 സെക്കൻഡ് മുതൽ 5 മിനിറ്റ് 45 സെക്കൻഡ് വരെ നിങ്ങൾ ഗ്രൂപ്പ് 2ലേക്കാകും. അടുത്തതായിട്ട് പുഷപ്സ് 10 പുഷപ്സ് ആണ്. ഈ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2വിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഗ്രൂപ്പ് 1ന് 60 മാർക്കും ഗ്രൂപ്പ് 2ന് 48 മാർക്കും, അങ്ങനെ ഒരു മാർക്കിന്റെ ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പുഷപ്സ് 10 ആണ്. അതുപോലെ തന്നെ കുറച്ച് പുഷപ്പ് വരികയാണെങ്കിൽ അതനുസരിച്ച് പോയിന്റ് കുറയുകയും ചെയ്യും. ടെറിട്ടോറിയൽ ആർമിയുടെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഓൾമോസ്റ്റ് ആർമിയുടെ പോലെ തന്നെ റിക്രൂട്ട്മെന്റ് റാലികൾ പോലെ തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഫിസിക്കൽ ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ്, പിന്നെ റിട്ടേൺ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കുക. അടുത്തതായിട്ട് ഇതിന്റെ സർട്ടിഫിക്കറ്റ്സ് ആണ്. നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൊണ്ടുപോകേണ്ട സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് പറയാം. 8ാം ക്ലാസ് മുതൽ മേലോട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഡോക്യുമെന്റ്സിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, നിങ്ങളിപ്പോൾ 8ാം ക്ലാസ് യോഗ്യതയിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്, +2 ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇനി ഡൊമസ്റ്റിക് സർട്ടിഫിക്കറ്റ് വേണം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം, സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വേണം, അൺമാരീഡ് സർട്ടിഫിക്കറ്റ് വേണം, ഒരു അഫിഡവിറ്റും അതുപോലെ പാൻ കാർഡ് ആൻഡ് ആധാർ കാർഡ് നമ്പറും വേണം ID പ്രൂഫ് ആയിട്ട്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് ഡോക്യുമെന്റ്സിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിന്റെ പോസ്റ്റുകളും അതുപോലെ തന്നെ അതിന്റെ ക്വാളിഫിക്കേഷൻസുമാണ് പറയാൻ പോകുന്നത്. സോൾജർ GD പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് യോഗ്യത വേണം. 45% അഗ്രിഗേറ്റ് പെർസെന്റേജ് ഉണ്ടായിരിക്കണം. 33% ഓരോ സബ്ജക്റ്റിനും മാർക്കുള്ളവരായിരിക്കണം. സോൾജർ ക്ലർക്ക് പോസ്റ്റിലേക്ക് +2 ആണ് പറഞ്ഞിട്ടുള്ളത്. ആർട്സ്, കൊമേഴ്സ് ആൻഡ് സയൻസ്, അതായത് +2 സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഇതൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. 60% അഗ്രിഗേറ്റ് മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓരോ വിഷയത്തിനും 50% മാർക്ക് വെച്ചെങ്കിലും ഉണ്ടായിരിക്കണം. ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്ക് 8ാം ക്ലാസ് യോഗ്യതയിലും വിളിക്കുന്നുണ്ട്, 10ാം ക്ലാസ് യോഗ്യതയിലും വിളിക്കുന്നുണ്ട്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. സോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.